കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന തർക്കത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് സുപ്രീം കോടതി നിർണായക ഇടപെടൽ. ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാനും പുതിയ വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കുന്നതിനുമുള്ള സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനായി മുൻ സുപ്രീം കോടതി ജഡ്ജി സുധാൻഷു ധൂലിയെ നിയമിക്കാനും കോടതി ഉത്തരവിട്ടു. വർഷങ്ങളായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിലനിന്നിരുന്ന പ്രതിസന്ധിക്ക് ഈ വിധി പരിഹാരമാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിലെ നിയമപ്രകാരം വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലർ, സർക്കാർ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ എന്നിവയുടെ പ്രതിനിധികൾ ഉൾപ്പെടണം. എന്നാൽ ഈ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പലപ്പോഴും നിയമന പ്രക്രിയയെ സ്തംഭിപ്പിച്ചിരുന്നു. കേരളത്തിലെ സർവകലാശാലകളിൽ UGC മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് ഗവർണർ ആരോപിക്കുകയും ഇത് വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പല സർവകലാശാലകളിലും സ്ഥിരം വൈസ് ചാൻസലർമാരില്ലാതെ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ട സാഹചര്യമുണ്ടായി. ഈ താൽക്കാലിക നിയമനങ്ങളെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ബംഗാൾ മോഡൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ബംഗാളിൽ സമാനമായ തർക്കം പരിഹരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ച ഒരു മാതൃകയുണ്ടായിരുന്നു. അതനുസരിച്ച് സെർച്ച് കമ്മിറ്റി ചെയർമാനായി ഒരു സ്വതന്ത്ര വ്യക്തിയെ, പ്രത്യേകിച്ച് ഒരു മുൻ ജഡ്ജിയെ നിയമിക്കുക. ഈ മാതൃകയാണ് കേരളത്തിൽ നടപ്പാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടത്. ഈ വാദം പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ജസ്റ്റിസ് സുധാൻഷു ധൂലിയെ സെർച്ച് കമ്മിറ്റി അധ്യക്ഷനായി നിയമിച്ചത്. സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനുള്ള അധികാരം പൂർണ്ണമായും ജസ്റ്റിസ് സുധാൻഷു ധൂലിയ്ക്കായിരിക്കും. സർക്കാരും ഗവർണറും സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പേരുകൾ ഉൾപ്പെടെയുള്ള പട്ടികകൾ കോടതിക്ക് കൈമാറിയിരുന്നു. ഗവർണർ, IIT, NIT ഡയറക്ടർമാർ ഉൾപ്പെടെ 8 പേരുടെ പട്ടികയും സർക്കാർ 10 പേരുടെ പട്ടികയുമാണ് സമർപ്പിച്ചത്. ഈ പട്ടികകൾ പരിഗണിച്ച് സെർച്ച് കമ്മിറ്റിയിൽ ആരൊക്കെ വേണമെന്ന് ജസ്റ്റിസ് ധൂലിക്ക് തീരുമാനിക്കാം. ഇത് സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിലെ തർക്കങ്ങൾക്ക് അന്ത്യം കുറിക്കും. ഈ കമ്മിറ്റിയുടെ പ്രധാന ചുമതല സ്ഥിരം വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് അക്കാദമിക മികവുള്ളതും യോഗ്യതയുള്ളതുമായ 3 പേരുടെ പാനൽ തയ്യാറാക്കുക എന്നതാണ്. ഈ പാനലിൽ നിന്ന് ഒരാളെ ഗവർണർക്ക് വൈസ് ചാൻസലറായി നിയമിക്കാം. ഈ പ്രക്രിയ കഴിയുന്നത്ര വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും അതിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വിധി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയ തർക്കങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും അക്കാദമിക് സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനും സഹായകരമാകും. സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിലൂടെ സർവകലാശാലകളുടെ ഭരണപരമായ കാര്യങ്ങളിൽ കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കാൻ സാധിക്കും. കൂടാതെ പുതിയ അക്കാദമിക് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ഗവേഷണ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് വഴിയൊരുക്കും. ഈ പ്രശ്നം ഇത്രയധികം നീണ്ടുപോയത് സർവകലാശാല നിയമങ്ങളിൽ വ്യക്തതയില്ലാത്തതുകൊണ്ടും UGC മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെടാത്തതുകൊണ്ടുമാണ്. ഈ വിധി ഭാവിയിൽ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിയമങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനും സഹായകരമായേക്കാം. ജുഡീഷ്യറിയുടെ ഈ ശക്തമായ ഇടപെടൽ ഭരണഘടനാപരമായ തത്വങ്ങൾ സംരക്ഷിക്കുന്നതിനും ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള അധികാര തർക്കങ്ങൾ പരിഹരിക്കുന്നതിലും ജുഡീഷ്യറിക്ക് എത്രത്തോളം നിർണായകമായ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്നു. ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ വൈസ് ചാൻസലർ നിയമന പ്രക്രിയ കൂടുതൽ സുതാര്യവും അക്കാദമിക് തലത്തിൽ കൂടുതൽ മെച്ചപ്പെട്ടതുമായി മാറും. നിയമനത്തിൽ രാഷ്ട്രീയ സ്വാധീനം കുറയുകയും യോഗ്യതയുടെയും അക്കാദമിക് മികവിന്റെയും അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാവിക്കും ഗുണകരമാകും. പുതിയ വൈസ് ചാൻസലർമാരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ സർവകലാശാലകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഉയരങ്ങളിലെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.